നമ്മുടെ വെണ്ടയ്ക്ക നോക്കൂ. വെണ്ടയ്ക്ക, ഈ വെണ്ടയ്ക്കയ്ക്ക് ഇത്രയും വലിയ അത്ഭുത ശക്തി ഉണ്ടെന്ന്, സൗന്ദര്യ സമർത്ഥമാണെന്ന് ചിന്തിച്ചിട്ടില്ല കേട്ടോ. വെണ്ടയ്ക്ക, ഈ വെണ്ടയ്ക്ക ഒരു 3 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്കയും തൈരും, കട്ടത്തൈരും. ഇതിനെ ചെറുതായിട്ടരിഞ്ഞ് മിക്സിയിൽ ചെറിയ ബൗളിലിട്ട് നന്നായിട്ട് അടിക്കുക. നന്നായിട്ട് അടിച്ചതാ ഇങ്ങനെ പേസ്റ്റ് ആക്കുക. കണ്ടോ, പേസ്റ്റ് ഇങ്ങനെ പേസ്റ്റ് ആക്കണം. ഇങ്ങനെ പേസ്റ്റ് ആക്കണം. പേസ്റ്റ് ആക്കിയിട്ട് അതിനെ നമ്മുടെ മുഖത്തിന് തേച്ച് പിടിപ്പിക്കാൻ പറ്റിയ രീതിയിൽ തൈര് ചേർക്കണം. എന്നിട്ട് അങ്ങനൊരു പേസ്റ്റ് ആക്കിയതാണിത്. ഇതിനെ നമ്മൾ ഫേസിൽ ഇങ്ങനെ തേക്കണം. ഇങ്ങനെ തേച്ച് കൊടുക്കണം. പ്രസ് ചെയ്യരുത് കേട്ടോ, അതൊന്ന് പിടിപ്പിക്കുകയാകാവൂ. പുരട്ട് കാണും, മസാജിങ് ഒന്നും അല്ല, പുരട്ട് കാണും. ഇത് ഞാൻ നിങ്ങളോട് തമാശ പറയാം, തമാശയല്ല, ഒരു സത്യം പറയാം. നമ്മുടെ സിനിമാ നടി അംബികയില്ലേ, പഴയ അംബിക, അവർ ഒരിക്കലിത് കാണിച്ചിരുന്നു. അന്നാണ് ഞാനിത് മനസ്സിലാക്കിയത്. വെണ്ടയ്ക്ക നല്ലതാണ്, ഡയബറ്റിക്കിനൊക്കെ നല്ലതാണ്, നല്ല പോഷകമൂല്യമുണ്ട്, അതൊക്കെ അറിയാം. പക്ഷെങ്കിൽ ഇങ്ങനെയൊരു സൗന്ദര്യ ടിപ്പാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ അങ്ങനെയാണ് അത് കണ്ട് മനസ്സിലാക്കിയത്. അപ്പോൾ ആ അറിവ് നിങ്ങൾക്കും കൂടെ പകർന്നു തരാമെന്ന് വിചാരിച്ചത്രേ ഉള്ളൂ കേട്ടോ. ഇത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി, ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി. ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം കണ്ണിൻ്റെ താഴെയൊക്കെ. തൈരും വെണ്ടയ്ക്കയും മാത്രമേ ഉള്ളൂ കേട്ടോ, ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് കണ്ണിൻ്റെ അടുത്തൂടെ ഒക്കെ കൊണ്ടുപോകാൻ പേടിക്കേ വേണ്ട. ഈ കറുപ്പൊക്കെ മാറ്റണം. ഞാൻ ഒരു ദിവസം ചെയ്ത് നോക്കി, നല്ലതാണെന്ന് കണ്ടുകൊണ്ടാണ്. നിങ്ങൾക്കറിയാം, അങ്ങനെയൊന്നും മുഖത്ത് തേക്കുന്ന ഒരാളല്ല. പക്ഷേ ഇപ്പം എനിക്ക് നീര് വന്നിട്ട് മുഖമൊക്കെ ചൊട്ടിയില്ലേ, നീര് വലിഞ്ഞപ്പം ആ സ്കിൻ അങ്ങ് കരിവാളിച്ചു. അപ്പോൾ വല്ലാത്തൊരു ബോറ് എനിക്ക് തന്നെ തോന്നിയപ്പോഴാണ് ഞാൻ ഇങ്ങനെയുള്ളതൊക്കെ സെർച്ച് ചെയ്തത്. അപ്പോൾ ഇത് അവർ പറഞ്ഞെങ്കിലും ഞാൻ എൻ്റെ സ്റ്റുഡൻറ്റിനോട്, ആയുർവേദ DMO ആയിട്ട് റിട്ടയർ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ എൻ്റെ സ്റ്റുഡൻറ്റ്, എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻറ്റ്, അവൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ജിസ്രേ എൻ്റെ പേരൊന്നും പറയില്ലേ, ഞങ്ങൾക്കതൊക്കെ ഇതിൽ കുഴപ്പമാണെന്ന്. നല്ല പുളിപ്പുണ്ട്, വായുടെ ഇവിടെ തട്ടിയത്. ചുണ്ടിനൊക്കെ നല്ലതാണ് കേട്ടോ, ചുണ്ടിനൊക്കെ നല്ലതാണ്. അതങ്ങനെ തേച്ച് ഇഡലിക്കുമൊക്കെ തേക്കണം കേട്ടോ. എനിക്കിത്രയും മാറ്റം വരികയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എത്രമാത്രം മാറ്റം വരും? ഞാൻ വയസ്സായ ആളല്ലേ. എനിക്കിനിയിപ്പം 10 വയസ്സൊന്നും കുറയണ്ട. സത്യം പറഞ്ഞാൽ ഇത് തേച്ചാൽ അവർ പറഞ്ഞതൊരു 10 വയസ്സ് കുറയുന്ന ഫീല് തോന്നുന്ന. 10 വയസ്സൊന്നും കുറഞ്ഞ ഫീല് വേണ്ട. പക്ഷെ മുഖമൊന്ന് മറ്റുള്ളവർക്ക് അയ്യേന്ന്. ഇപ്പം കറുപ്പും വെളുപ്പമൊക്കെ പിന്നെ ദൈവികമാണ് അല്ലേ. പിന്നെ നമ്മുടെ പൂർവികരെയോ ഒക്കെ ആശ്രയിച്ചിരിക്കും കറുപ്പും വെളുപ്പും. ഈശ്വരൻ്റെ സൃഷ്ടിയിലെ കറുപ്പ് വെളുപ്പം എല്ലാം ഉണ്ടല്ലോ. എല്ലാത്തിനും അതിൻ്റേതായ, എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റേതായ സൗന്ദര്യമുണ്ടല്ലേ. കറുപ്പിനും വെളുപ്പിനും അതിൻ്റേതായ സൗന്ദര്യമുണ്ട്. എല്ലാ ദൈവം അതിൻ്റേതായ സൗന്ദര്യത്തിൽ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മൾ കറുത്തവരായിക്കോട്ടെ വെളുത്തവരായിക്കോട്ടെ, നമ്മുടെ മുഖം ഒന്ന് എപ്പോഴും നമ്മൾ ഈ വെയിൽ കൊള്ളുകയും ജോലിക്ക് പോവുകയും ഇരുന്ന് ടെൻഷൻ അനുഭവിച്ചുകൊണ്ടുള്ള ജോലി ചെയ്യുകയും കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരിക്കുകയും ഒക്കെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുഖം എപ്പോഴും ഒരു ക്ഷീണവും ഒരു ഡള്ളും ആവും. അതിനിത് വളരെ നല്ലതാണ്. ഏറ്റവും ഉത്തമമായ ഒരു ഫേസ് പാക്കാണ് വെണ്ടയ്ക്കയും തൈരും. ഇതിങ്ങനെ പുരട്ടി നമുക്കിത് പ്രസ് ചെയ്യുകയും മസാജ് ചെയ്യുകയും ഒന്നും വേണ്ട, പുരട്ടി കൊടുക്കുക മാത്രം മതി കേട്ടോ. മസാജ് ചെയ്യുകയും ഒന്നും വേണ്ട. ഞാൻ പെടലിക്കോട്ട് അധികം കൊണ്ടുപോകുന്നില്ല. മാല ഊരി വെച്ചിട്ടായിരുന്നെങ്കിൽ പിന്നെ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ എൻ്റെ കഴുത്തിൽ ഒരു തകിട് ജനിച്ച് ഒരു കൂടടിച്ച് എൻ്റെ മകൻ കൊണ്ടുവന്ന് ഒരു മാലയോടുകൂടി തന്നെ കൊണ്ടുവന്ന് കഴുത്തിൽ ഇടിയിച്ചിട്ടുണ്ട്. എൻ്റെ വയ്യാഴികളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വയ്യാഴികളുള്ളപ്പം എൻ്റെ വിശ്വാസം, അമ്മയ്ക്ക് വിശ്വാസമില്ലെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് വേണ്ടി അമ്മ ഇതിടണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ച് വീണ്ടും പൂജിച്ച്
അച്ഛനെ കൊണ്ട് തന്നെ എൻ്റെ കഴുത്തിൽ ഇടിച്ച താലി കെട്ടിലാക്കി ഹേമാമ്പി അമ്പലത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി ഒരു രണ്ടാം കല്യാണം പോലെ എൻ്റെ മകൻ ഇത് ചെയ്താണ്. മൂത്ത മകൻ കേട്ടോ. അവനിങ്ങനത്തെയൊക്കെ വിശ്വാസങ്ങളുള്ള, അതിന് ഞാൻ അവനെ വഴക്കും പറയാറുണ്ട്. അപ്പം അവൻ പറഞ്ഞത് യാതൊരു കാരണവശാലും അമ്മ ഇത് കഴുത്തിൽ നിന്ന് ഊരരുതെന്നാണ്. അതുകൊണ്ടല്ലേ ഞാൻ കഴുത്തിൽ നിന്ന് ഊരി മാറ്റിയേന്. അപ്പം അതുകൊണ്ട് എനിക്ക് തകിടും കൂടും കണ്ടില്ലേ, അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഊരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ കഴുത്തിലേക്ക് അധികം തേക്കുന്നില്ല. ഉണ്ടോ, പുരട്ടുമ്പോഴേ നല്ലൊരു ഗ്ലോ കിട്ടിക്കഴിഞ്ഞു. ഞാൻ ഇത് കുറച്ച് ഏറെ ആയിപ്പോയി ഞാൻ എടുത്തത് കേട്ടോ. അപ്പം ഞാൻ കൈയുടെ പത്തിയിലും ഒക്കെ ഇത് തേക്കും. എൻ്റെ കൈ എൻ്റെ ശരീരം മൊത്തത്തിലങ്ങ് ഇതായിപ്പോയി. എന്തോ ചെയ്യാൻ, ശരീരം മൊത്തത്തിൽ ഇതായിപ്പോയി. ഇങ്ങനെ 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 കവർ ചെയ്തിരിക്കണം എന്നാണ് അവർ പറഞ്ഞത്. ഏറെ പറ്റണം. ഇത് പാകമാണ്. ഇത് വെള്ളം കേട്ടോ, വെള്ളമല്ല, ഇത് തൈരാണ് കേട്ടോ. പിന്നെ അവിടെ തൈര് ഇരിപ്പുണ്ടോ കേട്ടോ. പുരിയൊക്കെ ഒന്ന് മാറ്റട്ടെ. പിന്നെ പുരിയൊക്കെ വെളുത്തെങ്കിൽ അതുമായി അത് മാറ്റട്ടെ. പുരിയത്തേലയൊക്കെ മാറ്റാം അല്ലേ. കണ്ണിൻ്റെ ഉടുത്തിട്ടേക്കട്ടെ. കണ്ണൊക്കെ വല്ലാണ്ട് കറുത്തു. എൻ്റെ കണ്ണ് കറുത്തൊന്നല്ല, കണ്ണിൻ്റെ സൈഡൊക്കെ കറുത്തു. അത് ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം 10 ദിവസം കൂടുമ്പോൾ ചെയ്താലും മതി എന്നാണ് പറഞ്ഞത്. ഇത് നമ്മൾ മസാജ് ചെയ്യണ്ട കേട്ടോ. ഇതാണ് പാകം കണ്ടോ, ഇതാണ് അതിൻ്റെ പാകം കണ്ടോ. ഈ പാകത്തിലാണ് നമ്മൾ ഇത് കണ്ടു ഇങ്ങനെ ഒഴിക്കുന്നുണ്ട്. ആ പാകത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ നിങ്ങൾ ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എനിക്ക് അതിൻ്റെ റിപ്ലൈ തരണം. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്നോട് പറയണം. എന്നുവെച്ച് കറുത്ത ആളുകളങ്ങനെ വെളുക്കുകയോ വെളുത്ത ആളുകളങ്ങനെ ഇതാകുമെന്ന് അങ്ങനെയൊന്നും അല്ല ഇതിൻ്റെ പറയുന്നത്. നമുക്ക് സൗന്ദര്യം, മുഖകാന്തി സൗന്ദര്യവും രണ്ടും രണ്ടാണ്. മുഖത്തിനൊരു നല്ല കാന്തി, ശോഭ, അതാണ് മുഖകാന്തി. ഇത് മുഖകാന്തി വർദ്ധിക്കാൻ വളരെ നല്ല ഒരു പായ്ക്കാണ്. പക്ഷേ മറ്റ് പായ്ക്കളെ പോലല്ല, ഇത് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് വഴുവഴുപ്പില്ലേ, അതുകൊണ്ട് പിടിക്കാൻ ഇങ്ങനെ തേക്കുമ്പോൾ ഇങ്ങനെ ഇതാകാൻ. അപ്പം നമ്മൾ ഇത്തിരി ശ്രദ്ധയോടുകൂടി ചെയ്യണം. ഇങ്ങനെ ഇങ്ങനെ വേണം. എനിക്ക് മീശയൊക്കെ വന്നു. എനിക്കിനിയിപ്പം അവർ പറയുന്ന 10 വയസ്സ് കുറയുമെന്നൊക്കെയാണ്. 10 വയസ്സ് കുറഞ്ഞ ഫീൽ ഉണ്ടാകുന്ന. എനിക്കിനിയിപ്പം 10 വയസ്സും കൂടെ കുറഞ്ഞ ഭഗവനെ ഈശ്വര 66 പോകുമോ ഞാൻ? അതൊന്നും വേണ്ട എനിക്ക് മുഖം ഒന്ന്. ഇപ്പം ഞാൻ ഇതൊക്കെ തേച്ച് പിടിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? എനിക്ക് ബ്യൂട്ടി പാർലറിൽ അവിടെ ഇവിടെ ഒന്നും പോകാനും അവിടെ പോയി കിടന്ന് സമയം കളയാനും ഒന്നും എൻ്റെ മുഖം വേറെ ആളുടെ കൈ കൊടുക്കാനും എനിക്കിഷ്ടമല്ല. ഉള്ള കാര്യം പറയും, ഇന്ന് വരെ കൊടുത്തിട്ടുമില്ല, കൊടുക്കാനും ഇഷ്ടമല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പം അടുത്ത ആഴ്ച എൻ്റെ ആങ്ങളയുടെ കുട്ടിയുടെ കല്യാണമാണ്. ഈ 22-ാം തീയതി, അടുത്ത ആഴ്ചയിൽ ഈ 22-ാം തീയതി മോൻ്റെ കല്യാണമാണ്, ആങ്ങളയുടെ കുട്ടിയുടെ. എൻ്റെ മക്കളെ കൊണ്ടുപോയ 3 ആളെയും കൊണ്ടുപോയി വെളി രാജ്യത്ത് കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയ എൻ്റെ സഹോദരൻ്റെ, അവന് ഒരു മകനും ഒരു മകളേ ഉള്ളൂ. ആ മകൻ്റെ കല്യാണമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് വല്ലാണ്ട് കരുവാളിപ്പാണ് എൻ്റെ. നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്, ഞാൻ ഈ ഇടയ്ക്ക് അധികം വീഡിയോ മുഖം ക്യാമറയ്ക്ക് മുമ്പിൽ വരാത്ത എന്താണെന്നറിയോ? മുഖം വല്ലാണ്ട് കരിവാളിച്ചു പോയി. ഇത് കരിമംഗല്യത്തിനും ഒക്കെ നല്ലതാണ്.
കരിമങ്ങല്യമുള്ള മുഖമില്ലേ, മുഖത്ത് ഇങ്ങനെ കരിമങ്ങല്യം വരില്ലേ, കറുത്ത പാട് വല്ലാതെ ജന്മസിദ്ധമായിട്ടുള്ളതല്ല, അല്ലാതെ വന്നു ചേരുന്ന കരിമങ്ങല്യം. ആ കരിമങ്ങല്യം മാറിക്കിട്ടും കേട്ടോ. ആഴ്ചയിൽ ഒരു തവണ ഇങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ. ഇനി കരിമങ്ങല്യം ഒരുപാടുള്ളവരാണെങ്കിൽ ഒരു 3 ദിവസമൊക്കെ കൂടുമ്പം ചെയ്യാം. വെണ്ടയ്ക്കയും തൈരും നമുക്ക് വേറെ ഒന്നും വേണ്ടല്ലോ ഇതിൽ. വെണ്ടയ്ക്കയും തൈരും എപ്പോഴും അവൈലബിൾ അല്ലേ, നമ്മുടെ വീട്ടിൽ കാണുമല്ലോ. ഇത് രണ്ടും നമുക്ക് എപ്പോഴും ഉള്ളതാണ്. യാതൊരു 2 വെണ്ടയ്ക്കയ്ക്ക് എത്ര തന്നെ, 3 വെണ്ടയ്ക്കായി കേട്ടോ. പക്ഷേ 3 വേണ്ട, ഇതിപ്പോൾ അധികമാണ്. ഇതാ ഒരുപാട് അധികം വന്നു കണ്ടോ, ഒരുപാട് അധികം വന്നു. ഇതിപ്പോൾ രജനി വന്നിരുന്ന് ഞാൻ കുറച്ച് അവളുടെ മുഖത്ത് ഇടിച്ചേന്. അവൾ ഇടുകയല്ല, എന്നാലും ഞാൻ ഇട്ട് കൊടുത്തേന്. പക്ഷേ രജനി ഇന്ന് വരും, ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ വരും. കാരണം ഇന്നലെ പറഞ്ഞു വെച്ചാൽ പോയെ. അവൾക്ക് എന്തോ അദാലത്ത്, വീടൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ എന്തോ അദാലത്തുണ്ട് ഇന്ന്, വീടിനൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുന്നതിന് വേണ്ടി പാലക്കാട് വെച്ചൊരു അദാലത്തുണ്ട്, അതിന് അവൾ പോവും രാവിലെ. എൻ്റെ മോൻ്റെ അവിടെ പോയേച്ചാൽ 10 മണിക്കേക്കാണ് പോകുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് അവൾ ഉച്ചയ്ക്ക് ശേഷം വന്നാലായി. പിന്നെ അതുകൊണ്ട് രജനിക്കും എനിക്കും കൂടെ ഉള്ളൊരു പ്രശ്നം ഇതാ. എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ നാളെ രാവിലെ ഞാൻ പോവുക കേട്ടോ, ഞാനും മാഷം നാളെ രാവിലെ പോവുക. നമ്മുടെ വണ്ടി പോരാ, അത്രയും ദൂരം പോകേണ്ടതല്ലേ, കാരണം നമ്മുടെ വണ്ടിക്ക് പഴക്കമുണ്ട്. വണ്ടി നല്ലതാണേലും പഴക്കമുണ്ടല്ലോ. അപ്പം അത് കാരണം കൊണ്ട് ഡ്രൈവർ പുതിയ വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവർ സുനിൽ, എൻ്റെ സ്റ്റുഡൻറ്റും കൂടെ അവൻ പുതിയ വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങോട്ടുമില്ല, കുട്ടികൾ അവരുടെ വിശേഷപ്പെട്ട വണ്ടിയിൽ വിട്ടുകൊള്ളുമല്ലോ. എനിക്ക് കുറച്ച് ദിവസം നിൽക്കണമെന്നുണ്ട് പിള്ളേരുടെ അടുത്ത്. മൂത്തവൻ തിരുവനന്തപുരത്തും, ഇപ്പം പോകുന്നത് തിരുവല്ലയിൽ കവിയൂരുള്ള മോൻ്റെ അടുത്തേക്കാണ്. എല്ലായിടത്തും എനിക്കൊരു 10 ദിവസം രണ്ടിടത്ത് നിൽക്കണമെന്നുണ്ട്. ഇനിയൊക്കെ എനിക്ക് എപ്പോഴും പോകാൻ പറ്റുകയല്ലോ, ആരോഗ്യസ്ഥിതി. അപ്പോൾ അത് മാഷ് പറയുന്നുണ്ട് 3-4 ദിവസം കഴിയുമ്പോൾ ഇനി പോരണമെന്ന്. അതുകൊണ്ട് എനിക്കൊരു വിഷമമുണ്ട്. അവരൊക്കെ പറഞ്ഞു എല്ലാ മാഷ തന്നെ വിട്ട ഇവിടെ ഭക്ഷണക്കാരിയൊക്കെ രജനി വന്ന് ചെയ്തു കൊടുക്കും. എന്നാലും മാഷും പ്രായമായ ആളല്ലേ, നമ്മളവിടെ എങ്ങനെ സമാധാനത്തിലിരിക്കും. മാഷ് തന്നെ ഇങ്ങോട്ട് വിട്ടാൽ ഞാൻ തന്നെ പോരാ, ഞാൻ തന്നെ പോരാ, നീ പിള്ളേരുടെ അടുത്ത് നിന്നോന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് മാഷില്ലാതെ ഞാൻ പണ്ടൊക്കെ നിന്നിരുന്നു. ഇപ്പം മാഷക്ക് വയസ്സല്ലേ, എനിക്കും വയസ്സാണ്, മാഷക്ക് വയസ്സാണ്. അതുകൊണ്ട് ഞാൻ നിൽക്കുകയില്ല. എനിക്ക് കുട്ടികളുടെ അടുത്ത് നിൽക്കണമെന്നുണ്ട് മനസ്സിൽ, പക്ഷേ നിൽക്കില്ല. ഞങ്ങളിങ്ങനെ പോരും എളുപ്പം. ഇത് ബാക്കി വെച്ച് വൈകിട്ട് തേക്കാമെന്ന് വിചാരിച്ചാലേ ചിലപ്പോൾ അതിനെന്തെങ്കിലും ഇതായാലോ. എന്തും അധികമായാലും അമൃതും വിഷമല്ലേ, മതി. അധികമായ അമൃതും വിഷം. അതുകൊണ്ട് വൈകിട്ട് ബാക്കി ഇരിക്കുന്നൊന്നും എടുക്കുകയില്ല. നാളെ എടുത്തേനും, പക്ഷെ നാളെ ഞങ്ങൾ 6 മണിക്കും ഇവിടുന്ന് തിരിക്കും. അപ്പോൾ പിന്നെ ഇതൊന്നും വരുത്തേക്കാൻ പറ്റിയല്ലോ. ഞാൻ അവിടെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് വേണം എത്തിത്തേക്കാം. കല്യാണത്തിന് പിന്നെ ഞങ്ങൾ നാളെ പോന്നു, മറ്റന്നാൾ ഒരു ദിവസം കഴിഞ്ഞാൽ കല്യാണമാണ്. അത് കാരണം ഒന്നും വരുത്തേക്കാനൊന്നും പറ്റിയില്ല. എനിക്കിപ്പോൾ എൻ്റെ മുഖം ഇങ്ങനെ നിങ്ങൾക്കറിയാമല്ലോ, നീര് വന്നിട്ട് അത് ഉണങ്ങിയാൽ ആ ഭാഗമൊക്കെ കറുക്കുകയല്ലേ. എനിക്ക് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് പോലും മുഖത്ത് നീര്, മൂത്ത മകനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ മാത്രം എനിക്ക് കാലിൽ നീര് വന്നിട്ടുണ്ട്, അല്ലാതെ ഒന്നും വന്നിട്ടില്ല. ബാക്കി 2 പേർക്കും വന്നില്ല. ഇപ്പം എനിക്ക് 2 മാസത്തോളം എൻ്റെ ശരീരം മൊത്തം നീരായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു 2 പ്രാവശ്യം, കാര്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും ഈ ഇടയ്ക്കല്ലേ ഞാൻ പറഞ്ഞു എൻ്റെ മേത്തൊക്കെ നീരായിരുന്നല്ലേ, വയ്യാന്നല്ലേ പറഞ്ഞുള്ളൂ. ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ടല്ലോ, കൊളസ്ട്രോള്, ഇവരെല്ലാവരും ഉണ്ട് നമുക്ക് കൂട്ടുകാർ. അതൊക്കെ പിന്നെ ഇപ്പോൾ എല്ലാ മനുഷ്യർക്കും ഉള്ളതല്ലേ. അത് കാരണം കൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് വേവലാതിപ്പെടണ്ട അല്ലേ. അപ്പോൾ ഇതിന് ഒരു 10 മിനിറ്റ് മതി. 10 മിനിറ്റ് ഇതിങ്ങനെ മുഖത്ത് പിടിച്ചിരിക്കണം. ഇത് 10 മിനിറ്റ് കഴിഞ്ഞ് മുഖത്ത് പിടിച്ചു കഴിഞ്ഞിട്ട് ഒരു സോഫ്റ്റായ തുണി നനച്ചിട്ട് ഇതിങ്ങനെ ഒപ്പിയേ എടുക്കാവൂ കേട്ടോ. മുഖത്തോട് ഇത്തിരി വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് അത് നനഞ്ഞ തുണി കൊണ്ട്, തുണിക്കും നനവ് വേണം, ഒപ്പി എടുക്കണം. ഒരുപാട് ഡ്രൈ ആകരുത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ എൻ്റെ ഫേസ് കാണിക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ പറയണം, എനിക്ക്
2 ദിവസം മുമ്പേ ചെയ്ത് നോക്കിയപ്പം ഒരു ചെറിയ മാറ്റം തോന്നി. അതുകൊണ്ട് ഞാനങ്ങ് സുന്ദരിയൊന്നും ആയില്ല, ഒരു ചെറിയ മാറ്റം. ഇത് തേച്ചിട്ട് ആരും സുന്ദരികളാകാമെന്ന് ചിന്തിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടുകയും വേണ്ട. നമ്മുടെ മുഖം നല്ലൊരു വൃത്തിയാകും, ഒരു ശോഭയാകും. അല്ലാതെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് ദൈവദത്തമാണ്, ജന്മസിദ്ധമാണ്, നമ്മുടെ പൂർവികരെ ആശ്രയിച്ചിരിക്കും എന്ന് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലേ. അതാണ് അതിൻ്റെ സത്യം. പിന്നെ വെളുപ്പോ കറുപ്പോ എന്തോ ആയിക്കോട്ടെ, നിങ്ങളത് ബോധർ ചെയ്യണ്ട. പിന്നെ എന്തിനാണ് ഇതൊക്കെ ആൾക്കാർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ചിലർക്ക് തോന്നും സൗന്ദര്യം കൂടും. സൗന്ദര്യം കൂടാനല്ല, വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തിന് ഡള്ളായിരിക്കുന്നു, ഒന്ന് മാറി ഒന്ന് ഫ്രഷ് ആകും. ഏറ്റവും കൂടുതൽ കൈപ്പത്തിയും മുഖവും, ഇതാണ് നമ്മുടെ പെടലി, ഇതല്ലേ നമ്മുടെ വെയിലടിക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കൈപ്പത്തി. എപ്പോഴും എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ കൈപ്പത്തി. അപ്പം നമ്മൾ കുളിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ എടുക്കുമ്പോൾ, വെളിച്ചെണ്ണ നമ്മൾ എന്ത് എണ്ണ ഉപയോഗിക്കുന്നു, നമ്മുടെ കൈപ്പത്തി നല്ലോണം തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ പിന്നീട് 10 മിനിറ്റ് കഴിഞ്ഞ് മുഖം കഴുകിയിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം, എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരു സുദിനം നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളെല്ലാവരും ഇത് കണ്ട അഭിപ്രായം പറയണം. നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കണം. നിങ്ങൾക്ക് ഒരു നഷ്ടമുള്ളതല്ലല്ലോ ഇത്. ഇത്തിരി തൈര് എടുക്കുക, ഒരു മൂന്ന് വെണ്ടയ്ക്ക വേണ്ട, സദ്യ 2 മതി. വെണ്ടയ്ക്ക എടുക്കുക, നമ്മൾ അത് ചെറിയതായിട്ട് അരിഞ്ഞ് മിക്സിയിലിട്ട് പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക. അടിച്ചെടുത്തിട്ട് അത് മുഖം കഴുകി വൃത്തിയാക്കിയിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. എല്ലാ ദിവസവും ഒന്ന് സോപ്പ് മുഖത്തിടണ്ട കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ എനിക്കിന്ന് പറയാനുള്ളൂ. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സമാധാനമായിട്ടിരിക്കുക. ഇത്രയും നേരം ഇത് കണ്ടവർക്കും ഇനിയും കാണാൻ പോകുന്നവർക്കൊക്കെ ഇപ്പം നമ്മൾ ഒരാൾ ഇട്ടത് പോലും വേണേൽ നമുക്കിടാം. എന്തറിയോ, ഇതിപ്പം ഞാൻ ആരും ഇട്ട് കണ്ടില്ല ഈ വെണ്ടയ്ക്ക മുഖത്ത് തൈരും കൂടെ. കാരണം അപ്പോൾ ഒരു വീഡിയോ ചിലപ്പോൾ ഒരു 10,000 പേര് കണ്ടു, അല്ലെങ്കിൽ 2 ലക്ഷം കണ്ടു. പിന്നെ കോടിക്കണക്കിന് ജനങ്ങളിലല്ലേ നമ്മുടെ നാട്ടിൽ. അത് കാണാത്തവർ പിന്നെ മറ്റുള്ളവർ കാണിക്കുമ്പോൾ കാണും അല്ലേ. അതല്ലേ അതിൻ്റെ നമുക്കറിയാവുന്ന പുതിയ പുതിയ അറിവുകൾ നമ്മൾ മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ അറിവുകൾ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, അത്രയല്ലേ ഉള്ളൂ. അതല്ലേ ലോകത്തിൻ്റെ നല്ല നിയമം. അപ്പോൾ ശരി. പിന്നെ നമ്മുടെ മുഖം നമ്മളെപ്പോഴും നോക്കൂ, നമ്മുടെ സൗന്ദര്യത്തിന് മാറ്റി കൂട്ടുന്നത്, നമ്മുടെ മുഖത്തിന് ഐശ്വര്യം വരുന്ന ഒന്നാണ് ചിരി, പുഞ്ചിരിക്കുക. ഈ പുഞ്ചിരിക്ക് വല്ലാത്തൊരു ശക്തി ഉണ്ട്. എന്നാണെന്നറിയോ, ഏത് വ്യക്തിയുടെയും മനസ്സിലിരിക്കുന്ന ഉള്ളിലുണ്ടാകുന്ന കാളൽ, കത്തൽ, നീറ്റൽ, ദുഃഖം, ഇതിനെയൊക്കെ മറ്റുള്ളവരിൽ നിന്നും മറച്ചു വയ്ക്കാനുള്ള വലിയൊരു ഉപാധിയാണ് ചിരി അല്ലേ. നമ്മളെപ്പോഴും അയ്യോ അമ്മയെ കരഞ്ഞുകൊണ്ടിരുന്നാൽ മറ്റുള്ളവർക്ക് അത് കാണുമ്പോൾ ഒരു വിഷമമാണ്. നമ്മളൊന്ന് പുഞ്ചിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു നഷ്ടവുമില്ല. അപ്പോൾ പുഞ്ചിരി നമ്മുടെ മനസ്സിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാതെ നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ സന്തുഷ്ടരാണ് എന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നാനും അവർക്കും അത് പ്രാക്ടിക്കലാക്കാനുമുള്ള നല്ലൊരു ഉപാധിയാണ്. ഇനി ഞാൻ മുഖത്ത് കൈകൊണ്ട് തൊടില്ല, അത് ഉണങ്ങട്ട് കേട്ടോ. അപ്പോൾ അടുത്തതായി മുഖം കഴുകി കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാം കേട്ടോ. എനിക്കും അത് കാണിക്കാൻ അറിയുമോയെന്നറിയില്ല, കാരണം എനിക്ക് എഡിറ്റിംഗ് ഒന്നും അറിയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. ഞാൻ ചെയ്ത് നോക്കാം. ഒരു വേറെ തമാശയുണ്ട്. ഞാനൊരു ദിവസം ഇങ്ങനെ വെൽക്കം ടു മൈ ചാനൽ സരസ്വതി സരയു എന്നും പറഞ്ഞിട്ടൊക്കെ ഒരു ഇത് ഇട്ടു. അതുപോലെ ലാസ്റ്റ് താങ്ക് യു പിന്നെ എന്നും ഇട്ടു. ഇത് താങ്ക് യു ആദ്യവും വന്നു, വെൽക്കം ലാസ്റ്റിലുമായി. എൻ്റെ എഡിറ്റിംഗ് അതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ശ്രമിച്ച് നോക്കാം ഒന്നുകൂടി. പരിശ്രമം ചെയ്യുന്നതിലെന്തിനേയും കരത്തിലാക്കാൻ കഴിവുള്ളവണ്ണം, അല്ലെ വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിൽ അയച്ചത് ഈശ്വരനല്ലേ. ട്രൈ എഗൈൻ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ.